ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ആ കർത്താവിനോട് ചേർന്ന് നിന്ന് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേലിൻ്റെ പുസ്തകം 26-ാം അധ്യായം 9-ാം തിരുവചനം. നിന്റെ മതിലുകൾ അവൻ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും, കോടാലി കൊണ്ട് ഗോപുരങ്ങൾ തകർക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും കർത്താവ് അയക്കുന്ന ദൂതൻ അത് ഇടിച്ചു തകർക്കുക തന്നെ ചെയ്യും. അതിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവിൻ്റെ അടുക്കൽ വിലപിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്ന എൻ്റെ ഈ പ്രയാസങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും തടസ്സങ്ങളാണല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളെ നോക്കി ദൈവം പറയുകയാണ്, അങ്ങനെ നിനക്കെതിരെ നിൽക്കുന്ന മതിലുകളെല്ലാം അവൻ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും. നമുക്കറിയാം, ഇന്ന് തടസ്സമായി നിൽക്കുന്നത് എന്തും തകർക്കുവാൻ JCBയും ബുൾഡോസറുകളും ഉപയോഗിക്കുന്ന കാലമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്താണേലും അത് യന്ത്രമുട്ടികൾ കൊണ്ട് തന്നെ ഞാൻ തകർക്കും. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന തടസ്സങ്ങളെ കർത്താവിൻ്റെ ദൂതൻ JCB ഉപയോഗിച്ചോ ബുൾഡോസർ ഉപയോഗിച്ചോ ആര് തകർക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇന്ന് തരും. അതിന്ന് ദൈവം തകർത്തിരിക്കും. എത്ര വലിയ, കർത്താവ് പറയാണ്, ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്നത് പോലെ. കർത്താവെ, ഇത് വയ്യ, ഇത് ആരെ കൊണ്ട് തകർക്കാൻ പറ്റും? ആകാശം മുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പോലും അതുപോലും വെട്ടിയിടും. കോടാലി നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര ഉയരത്തിൽ നിൽക്കുന്ന മരവും വെട്ടി താഴെ വീഴ്ത്താനാണ്. അതേപോലെ ആകാശം മുട്ട നിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ ദൂതൻ കോടാലി ഉപയോഗിച്ച്, മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തും. ആമേൻ ചൊല്ലി നമുക്ക് ഈ തിരുവചനം സ്വീകരിക്കാം. കർത്താവെ, എൻ്റെ മുന്നിൽ ഞാൻ വച്ചിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിൻ്റെ മുന്നിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം, ആ തടസ്സങ്ങളെല്ലാം ഇന്ന് കർത്താവിൻ്റെ ദൂതൻ ഇടിച്ചു നിരത്തുകയും വെട്ടിനിരപ്പാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ ചൊല്ലി ഞാനത് സ്വീകരിക്കുന്നു. നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുന്നിൽ നമ്മൾക്ക് എളിമപ്പെടാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ കർത്താവിൻ്റെ ദൂതൻ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങളുടെ മക്കളുടെ മേൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ മേലും ഇന്ന് തീരുമാനമെടുത്ത് അതിനെ തകർത്ത് കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.